അൽ ഫലാഹ് ഇംഗ്ലീഷ് മീഡിയത്തിലെ രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ട്രെയിനിങ് ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന വിഷയങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്റെ രക്ഷിതാക്കളോട് ഒരു ചോദ്യമാണ് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു. എന്തിനാണ് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത്? ഒരു വീട് നിർമ്മിക്കുന്നവനോട് ഞാൻ ചോദിക്കും എന്തിനാ വീട് നിർമ്മിക്കുന്നതെന്ന്. ഒരു ഡ്രൈവറോട് ഞാൻ ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന്. ഏത് ജോലി ചെയ്യുന്ന ആളോടും ഞാൻ ചോദിക്കും അതെന്തിനാണ് ചോദിക്കും. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വന്നു, എന്തിനാണ് നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത്? എന്തെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ പറയാം. കാരണം ഓരോരുത്തരുടെയും പ്രതികരണം എന്താണെന്ന് എനിക്കറിയില്ല. വേണ്ട, നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? കുട്ടികൾ എന്തിനാ സ്കൂളിൽ പറഞ്ഞേക്കുന്നത്? എന്തിനാണ്? പഠിക്കാൻ. അതങ്ങ് പറഞ്ഞാൽ പോലെ ഒരു 5 മിനിറ്റ് വെറുതെ നിർത്തായി. പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചിട്ട് മാർക്ക് ഉണ്ടാവണോ ഉണ്ടാവണ്ടേ? മാർക്ക് ഉണ്ടാവണം. മാർക്ക് മാത്രം ഉണ്ടായാൽ മതിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാവേണ്ടതുണ്ടോ? മാർക്ക് മാത്രം. നിങ്ങളുടെ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശപ്രകാരം കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ലേ? ആദ്യം നമ്മൾ നോക്കണേ. പഠിക്കുന്നില്ല, കിട്ടുന്നില്ല. പിന്നെന്താണ് സ്കൂളിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? പഠിക്കൽ മാത്രമാണെങ്കിൽ നമുക്ക് ആ പഠനവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം പറയാം. മറ്റെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അനുസരണ, ദീനീബോധം ഉണ്ടാവണം, അച്ചടക്കം ഉണ്ടാവണം. ഇവിടുത്തെ ഉമ്മമാർക്ക് ഇതൊന്നും ആവശ്യമില്ല. അവർക്കിപ്പോ എന്തായാലും കുഴപ്പമില്ല. വേറെന്താ വേണ്ട? അനുസരണം ഉണ്ടാവണ്ടേ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം. വേണോ? നല്ല സ്വഭാവം ഉണ്ടാവണം, നല്ല പഠനത്തിൽ ഉന്നതങ്ങളിൽ എത്തണം. വേണ്ടേ? ഇതുവരെയുള്ള പഠനം അന്വേഷിച്ച് നോക്കുമ്പോ ഈ അവസ്ഥയിൽ കുട്ടി എത്തിയിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇല്ല. ഉണ്ടോ ഇല്ലേ? ഉണ്ടില്ല. ഏതെങ്കിലും ഒന്ന് പറ. ഉണ്ടോ ഇല്ലേ? എത്തിയിട്ടില്ല. എന്താ ഇനി ചെയ്യുക? ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് പോവാ. സ്കൂൾ അങ്ങനെ കിടക്കട്ടെ, ഒരു പഠിക്കാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ വികൃതി കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പരാതി ഉണ്ടോ? അതുണ്ടോ? കേൾക്കുന്നില്ല എന്ന് പരാതി ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അല്ലെ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നാ? ചില രക്ഷിതാക്കളൊക്കെ ഒന്ന് പറയും പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഒരു ENT കാണിക്കണമെന്നാണ് പറയാറുള്ളത്. ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചെവി ഒന്ന് ചെക്ക് ചെയ്ത് കാണാൻ പ്രശ്നം പരിഹരിക്കും. അവര് അക്രമ സ്വഭാവം കാണിക്കുന്നുണ്ട്. അനുജനെ ജ്യേഷ്ഠനെ കടിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. എങ്കിൽ നിങ്ങൾ ഇതുവരെ ആ കുട്ടിയുടെ ആ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായല്ലോ, നിങ്ങൾ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ലല്ലോ. ഉണ്ട്. എന്ത് നിങ്ങൾ ചെയ്തത് നമുക്ക് എന്താണെന്നറിയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകൻ വന്നിട്ട് പറയാണ് ഉമ്മ എനിക്ക് തലവേദനയാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഉപ്പയോട് ആയിക്കോട്ടെ. സാധാരണ ഉമ്മമാരാണ് കൂടുതൽ കേൾക്കുക, അതുകൊണ്ടാണ് ഉമ്മ എന്ന് പറഞ്ഞത്. എന്താ ചെയ്യാ? എവിടെ? ആദ്യം ആയിക്കോട്ടെ, സ്നേഹമുള്ള ഉമ്മ. പിന്നെ നിങ്ങൾ ഭയങ്കര ഡോക്ടർമാരാണ്. ഡോക്ടറെ കാണിക്കോ? ഡോക്ടറെ കാണിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ പറയോ മോനെ ഊരവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു 4 ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് ഡോക്ടറെ കാണിക്കാന്ന് പറയുന്നു? ഇല്ല. ശാരീരിക രോഗമായ തലവേദന ഉണ്ടായപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിച്ചു.
പക്ഷേ മാനസിക പെരുമാറ്റ പ്രശ്നമാകുന്ന വികൃതി, അനുസരണക്കേട്, അക്രമ സ്വഭാവം തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും കേസ് വന്നപ്പോൾ നിങ്ങൾ ഏത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളെ മക്കൾ നന്നാവണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അതിയായ ആഗ്രഹമാണോ? അല്ല, ഞാൻ ചോദിച്ചപ്പോൾ പറയണം. കാരണം ഇന്നത്തെ കേസുകൾ കണ്ടു നോക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന ചില രക്ഷിതാക്കൾക്ക് മക്കൾ എന്തായാലും കുഴപ്പമില്ല എന്നാണ്. പരീക്ഷയിൽ മാർക്ക് കുറയാണ്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ഇത്രയൊക്കെ കിട്ടുന്നു. 10ൽ 5 മാർക്ക്, 2 മാർക്ക്, 100ൽ 1 മാർക്ക്, ഇങ്ങനെ കണ്ടു. നിങ്ങൾ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കാറില്ലേ? വീട്ടിലെന്താ നിങ്ങൾ എന്താണ് ആ കുട്ടിയോട് പെരുമാറുക? എന്ത് പെരുമാറാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഏതെങ്കിലും ഒരു പിഞ്ചു പൈതൽ ചെയ്യുന്ന കേസുകൾക്ക് നാം ചെയ്യുന്ന പരിഹാരം എന്താണ്? അത് നല്ലതാണോ ചീത്തയാണോ? ഉള്ളത് പറയണം. ഇതൊരു കൗൺസിലിംഗ് ആണ്, തുറന്നു പറയണം. ഇതുവരെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഇവിടെ പഠിക്കുന്നത്. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഇവിടെ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ എന്റെ കുട്ടിയോട് ഞാൻ പെരുമാറിയ പെരുമാറ്റം നല്ലതാണോ അല്ലേ? ഇവിടെ കുട്ടികൾ കേൾക്കൂല, അതുകൊണ്ട് ഉള്ളത് പറഞ്ഞു. ശരിയാണോ അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? നിങ്ങളുടെ കുട്ടി മണ്ണിൽ കളിക്കണം. ഞാൻ ലളിതമായ ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ പറയുന്നത്. നിങ്ങളുടെ മക്കളെ പ്രതിഭയാക്കാനുള്ള എല്ലാ വഴിയും ചെയ്യാതെ ഞാൻ പറഞ്ഞത്. ഇന്ന് വീട്ടിലെത്തി ആ പുതിയ ഡ്രസ്സ്, പുതിയല്ല, സ്കൂൾ വിട്ടു വന്ന ഡ്രസ്സിൽ ഇങ്ങനെ കളിക്കുകയാണ്. ഇവിടെ മണ്ണില് നിങ്ങൾ എന്താ ചെയ്യുക? ലളിതമായി പറഞ്ഞ ആരും കേൾക്കണ്ട. എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഡ്രസ്, സ്കൂളിന്റെ ഡ്രസ് കടിച്ചു വെക്കണം എന്നാണ് പറയാ? മോനെ, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ് ഒന്ന് കഴിച്ചു വെക്കുമോ എന്ന് ഏതാ പറയാ? ആദ്യത്തെ അല്ലേ? അതേ പറയൂ. അങ്ങനെ പറയേണ്ടത്. ഈ ആ ഡ്രസ് കഴിച്ചിട്ട് അവന് വീണ്ടും മണ്ണിൽ കളിക്കുകയാണ്. മണ്ണിലെ അവൻ കളിക്കുന്നുള്ളൂ. എന്നാലോ ഡ്രസ് കഴിച്ചിട്ടു മണ്ണില കളിക്കുകയാണ്. എന്ത് ചെയ്യും? ഞാൻ എന്തിനാ ഇത് ചോദിക്കുന്നത്? പരിഹാരമൊക്കെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോഴാണോ നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് അറിയും. അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യാം. മണ്ണിൽ കളിക്കാൻ അനുവദിക്കുമോ? ഇല്ലേ? അനുവദിക്കൂലല്ലോ. കാരണം കുട്ടികളെ അങ്ങനെ മണ്ണിൽ കളിക്കാൻ അനുവദിച്ച വലിയ പ്രശ്നമാണ്, രോഗം ഉണ്ടാവും. ഇനി മഴയത്ത് കളിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യും. ഇനി നമ്മൾ കുട്ടിപ്രായത്തിലേക്ക് പോകും. നമ്മൾ സ്കൂൾ പോയിട്ടില്ലേ? അന്ന് സ്കൂൾ വിട്ട് വരുമ്പോ മഴ കൊണ്ടില്ലായിരുന്നു? ഉണ്ടായിരുന്നോ? അന്ന് മഴ കൊണ്ടിട്ട് പുസ്തക തലയിൽ വെച്ചുകൊണ്ട് ഓടിയിട്ട് വീട്ടിൽ വന്നില്ലായിരുന്നോ? എന്നിട്ട് ആ ഒരു ആഘോഷം അതൊന്ന് മനസ്സിൽ ഇപ്പൊ കൊണ്ടുവന്നാട്ടെ. ഒന്നാ ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷാണോ ദുഃഖാണോ തോന്നുന്നത്? സന്തോഷം. ഈ സന്തോഷം ഭാവിയിൽ മക്കൾക്ക് ഉണ്ടാവണ്ടേ? യഥാർത്ഥത്തിൽ ഇന്ന് രക്ഷിതാക്കൾ കുട്ടികളോട് സമീപിക്കുന്ന പെരുമാറ്റത്തിൽ വലിയ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു. വാർത്തകൾ ഞാൻ കേൾപ്പിക്കാം. കുട്ടിക്ക് ജനിച്ചാൽ സ്വൈര്യല്ല. നവജാത ശിശുവിനെ ജീവനോടെ കുഴിച്ചിട്ടതായി സംശയം. അമ്മയും മകളും അറസ്റ്റിൽ. 1. ക്രൂര പീഡനത്തിന് ഇരയായ ബാലന് മസ്തിഷ്ക മരണം. ഷഫീഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥി. 6 വയസ്സുകാരനെ ചട്ടക കൊണ്ട് പൊള്ളിച്ച അമ്മ അറസ്റ്റിൽ. ചട്ടക കൊണ്ടേ നിങ്ങളടുത്ത് വരല്ലേ സ്ലൈറ്റിൽ ഒന്ന് എഴുതി തരുമെന്ന് പറയുമ്പോ ചട്ടക ഒറ്റ അടി. നിങ്ങളല്ല, നിങ്ങളെ വീട്ടുകാർ. കുട്ടിയെ മർദ്ദിച്ചെന്ന് പരാതി. അപ്പൂപ്പൻ അറസ്റ്റിൽ. വലിയപ്പക്കും ഇതാ പരിപാടി. സ്വത്ത് തർക്കം. 2 വയസ്സുകാരന് ശിക്ഷ. മറ്റൊന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. കുട്ടികൾ പഠിക്കുന്ന വിഷയത്തിൽ എവിടെയെങ്കിലും പിഴവ് വരുമ്പോൾ രക്ഷിതാക്കൾ കുട്ടിയെ ശിക്ഷിക്കുന്നു, ശകാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് പുസ്തകം വായിക്കാൻ മോനെ, ദിസ് ഈസ് ആപ്പിൾ, ഇത് ആപ്പിൾ ആണ് ഓൻ വായിക്കുന്നത്. പറയാറില്ലേ?
മോനെ വായിക്ക്, ദിസ് ഈസ് ആപ്പിൾ. ഇത്താത്തെടുപ്പോയി മോനെ വായിക്ക്, എന്നോട് ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ആപ്പിൾ. വെള്ളത്തിൽ ദാഹിക്കുന്നു. എന്നോട് ഞാൻ കുറെ നേരം 100 തവണയായി ഞാൻ പറയുന്നു ദിസ് ഈസ് ആപ്പിൾ. കുട്ടി ഇങ്ങനെ അന്തപ്പെടും. പഠിച്ചോനെ 4 തവണ പറഞ്ഞപ്പോ 100ആയോ? വല്ലാത്തൊരു കണക്കന്നാട്ടോ. ഇപ്പൊ ആർക്കാണ് പഠന പ്രശ്നമുള്ളത്? കുട്ടിക്കാണോ ഉമ്മക്കാണോ? ആർക്കാണ് ആദ്യം ക്ഷമ പോകുന്നത്? അവർക്കാണ് സൂക്കേട്. ഞാൻ പറഞ്ഞില്ല ആർക്കാണെന്ന്. ആർക്കാദ്യം ക്ഷമ പോയത്? എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? ഇതൊരു കേസാണ്. നിങ്ങളുടെ മക്കൾ പഠനത്തിൽ നല്ല മേഖലയിൽ എത്തിയിട്ട് ഉയരങ്ങളിൽ എത്തണമെന്ന് താല്പര്യമുണ്ട്. കുട്ടി നല്ലൊരു പ്രതിഭയായി തീരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില വിഷയങ്ങൾ പഠിച്ചു വെച്ചു. കാരണം നമ്മൾ മക്കൾക്ക് സ്ട്രെസ് കൊടുക്കുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ മക്കൾ ഭാവിയിൽ നന്നായി പ്രതിഭയാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ മക്കളെ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് അവർ പഠനത്തിൽ എവിടെയെങ്കിലും വീക്ക് വരുന്നുവെങ്കിൽ ഇന്നത്തെ പഠനമനുസരിച്ച് 50ഓളം കാരണങ്ങളെ കൊണ്ട് പഠനത്തിൽ പ്രശ്നം ഉണ്ടാവാം. 50ഓളം കാരണങ്ങൾ. ഇന്ന് വരെ നിങ്ങൾ കുട്ടിയോട് ആ രീതിയിലായിരുന്നു പെരുമാറുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇന്നലെ പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ വന്ന കേരളത്തിലെ സ്കൂൾ കുട്ടികളിൽ പകുതിയും ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽ. കേരളത്തിൽ പഠിക്കുന്ന പകുതി കുട്ടികൾക്കും 150% വിദ്യാർത്ഥികൾക്കും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമേഹം അതുപോലെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്കുണ്ടാവും. എന്താ പറയാൻ കാരണം അറിയോ? പഠനത്തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് 40% പേരാണ്. പഠനത്തിന്റെ തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണം. ഏതുപോലെ ചുമരില്ലാതെ ചിത്രം വരക്കാൻ കഴിയും? ഇല്ല. ഒന്നാലോചിച്ച് പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കാണ് ഇന്നത്തെ രക്ഷിതാക്കളെ. എത്ര കഷ്ടപ്പാടാണെന്നറിയോ? ഈ അടുത്ത് ഒരു രക്ഷിതാവ് എന്റെ അടുത്ത് ഒരു കുട്ടിയെ തന്നു. ഞാൻ നോക്കുന്ന സമയത്ത് കുട്ടിയെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. പെൺകുട്ടി, നല്ല പഠനമുള്ള കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മാതാവിന്റെ പെരുമാറ്റം എങ്ങനെയാണ്. അപ്പൊ ആ കുട്ടി തന്റെ ഡ്രസ്സിന്റെ കയ്യൊന്നിങ്ങനെ മേൽപോട്ട് പൊന്തിച്ചിട്ട് കാണിച്ചു തന്നു. പെരുമാറ്റം, മാതാവിന്റെ പെരുമാറ്റം ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ട്. ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു മാതാവാണ് മനസ്സിലാക്കിയോളി. നല്ല എഡ്യൂക്കേറ്റഡ് ആയ മാതാവാണ്. ഞാൻ ചോദിച്ചു അതെന്തിനാണ്? കുട്ടി പറഞ്ഞു 50ൽ 49 മാർക്കായതിന് പേരിൽ ഒരു മാർക്ക് കുറഞ്ഞപ്പോ ഒരു മാർക്ക് ഇവിടെ തന്നതാ. ഇന്ന് പഠിച്ചു വെച്ചോളി. KG ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ +2 ഡിഗ്രി മൊത്തം പഠിക്കുന്ന കുട്ടികൾ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസിക പിരിമുറുക്കം അത് അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മക്കൾ ക്ലാസ് റൂമിലേക്ക് വരുന്നത് സന്തോഷത്തോടു കൂടിയാണോ ദുഃഖത്തോടു കൂടിയാണോ? എങ്ങനെയാ വരുന്നത്? ഹാപ്പിയിലാണോ? ആണോ? എന്നാ കേട്ടോളി. മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടി, ആ കുട്ടി കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ഒരു എക്സാം എഴുതിയപ്പോൾ ആ പരീക്ഷയിൽ അവസാനം പരീക്ഷ എല്ലാം എഴുതി അവസാനം എന്ത് ചെയ്തു? നാം സോഷ്യൽ സയൻസിന്റെ പരീക്ഷയാണ് അവസാനത്തെ പരീക്ഷ. ആ പരീക്ഷാ പേപ്പറിൽ അവനൊരു സംഭവം എഴുതി. ഇത് അധ്യാപകർ വായിച്ച് ശരിയിടാൻ നോക്കുന്ന സമയത്ത് വായിച്ചപ്പോഴാണ് അധ്യാപകർ നെട്ടി. പ്രിൻസിപ്പളിനെ ഈ വിഷയം അറിയിച്ചു. പ്രിൻസിപ്പൾ എന്നെ ഇന്നൊരു കേസുണ്ട്, നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യണം. എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ അവിടെ സ്കൂളിൽ തന്നെ പോയി സംസാരിച്ചു. ആ ആൻസർ ഷീറ്റ് വായിച്ചപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി എഴുതിയ ആൻസർ ഷീറ്റ് എന്താന്ന് ചോദിച്ചാൽ 4 പേജിൽ അവന്റെ ആത്മഹത്യാ കുറിപ്പായിരുന്നു. 4 പേജ്. ആ പേജിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിച്ചിട്ടുണ്ട്. കാരണം ഇവന്റെ ഈ പരീക്ഷ അവസാനത്തെ പരീക്ഷയാണ്, ഞാൻ മരിക്കാൻ പോവാണ്. അവനെ കൗൺസിൽ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു 4 തവണ ഞാൻ എലിവിഷൻ കഴിച്ചു, ഞാൻ മരിച്ചില്ല. കാരണം എന്താ? അഴിമതിയുള്ള എലിവിഷൻ ആയിരുന്നു തോന്നുന്നു. എന്തോ കഷ്ടകാലത്തിന് അവന് മരിച്ചില്ല. 4 തവണ എലിവിഷൻ കഴിച്ചു. അങ്ങനെ അതിൽ അവൻ എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ഈ കത്ത് ഞാൻ സമർപ്പിക്കുന്നത് എന്റെ പിതാവിനും എന്റെ ഇത്താത്തക്കും വേണ്ടിയിട്ടാണ്. ഒപ്പം എന്റെ കൂടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്റെ അധ്യാപകർക്ക് വേണ്ടിയാണ്, എന്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അവിടെ ഒരാളെ വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയുന്നു, ഇത്താത്ത, എനിക്ക് മെക്കാനിക് മേഖലയിലേക്കാണ് എനിക്ക് പോവാൻ താല്പര്യം. പക്ഷേ ആ കഴിവ് എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. എനിക്ക് ഈ സ്കൂളിൽ വെച്ചുകൊണ്ട് നല്ലൊരു അവാർഡ് നേടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്താത്ത, നീ അത് നേടിയെടുക്കണം. എനിക്കതിന് കഴിയില്ല. പക്ഷേ എനിക്ക് ഉപ്പയോടും ഉപ്പ എന്നോട് നിങ്ങൾ വെറുപ്പ് തോന്നരുത്. എന്റെ അധ്യാപകരും എന്നോട് വെറുപ്പ് തോന്നരുത്. എന്റെ വിഷയങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ഈ ലോകത്ത് എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കൊരു സങ്കടമുണ്ട്. ആ സങ്കടം എന്താണ്? ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ മാതാവിനെ കൊലപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്കുള്ളതെന്ന് ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മുസ്ലിം വിദ്യാർത്ഥി, അവൻ എഴുതി വെച്ചുവെങ്കിൽ ഞാൻ അവനെ കൗൺസിൽ ചെയ്തു. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കൗൺസിൽ ചെയ്തപ്പോൾ ഈ വിഷയത്തിലാണ്. കാരണം ഒരു കഴിവുള്ള, ഒരുപാട് അവന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു കുട്ടി 8ാം ക്ലാസ് മുതൽ ആത്മഹത്യാശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷയിൽ അവൻ 4 പേജ് സാധനം എന്റെ കയ്യിലുണ്ട്, കാണിക്കാൻ സമയത്തിലെത്തതുകൊണ്ട് അവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടെയാ പ്രശ്നം? ഇങ്ങനെയാണോ നിങ്ങളുടെ ക്ലാസ് റൂമിൽ, നിങ്ങളുടെ കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന രക്ഷിതാക്കളോട് എനിക്കുള്ള ഉപദേശം, നമ്മുടെ മക്കൾ പഠന മേഖലയിൽ എങ്ങനെയായാലും വേണ്ടില്ല, അവർ ആരായി തീരണമെന്നതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടായിരിക്കും. എന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ, ഇന്ന് ലോകത്തെ സൈക്കോ മേഖല കണ്ടെത്തിയ വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ, കുട്ടിയിൽ പഠനത്തിൽ ജയിക്കുക എന്നത് പ്രധാനമല്ല, ജീവിതത്തിലാണ് വിജയിക്കേണ്ടത്. പഠനത്തിൽ ജയിക്കുന്നതോടൊപ്പം എവിടെ വിജയിക്കണം? ജീവിതത്തിൽ. ഒന്നാലോചിച്ച് അതിനെന്താ വേണ്ടത്? ഈ രീതിയിൽ കുട്ടി പഠിച്ചിട്ട് കാര്യമുണ്ടാവും. ജീവിതശൈലി രോഗങ്ങളുമായിട്ട്, പ്രമേഹവും കൊളസ്ട്രോളും ആയിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടാവും. ഉണ്ടോ? അല്ലേ? പ്രഭാത ഭക്ഷണം. എങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു കുട്ടിയുടെ ജീവിതം ഒന്ന് ആലോചിക്കട്ടെ. രാവിലെ എഴുന്നേൽപ്പിക്കുന്ന രംഗം എങ്ങനെയാണ് രക്ഷിതാക്കളെ? നിങ്ങൾ ഒന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേൽപ്പിക്കുന്ന രംഗം ഇല്ല, പറയാനില്ല. എങ്ങനെ എഴുന്നേൽപ്പിക്കല്? കുട്ടികളെ എഴുന്നേൽപ്പിട്ടാണോ നിങ്ങൾ എഴുന്നേൽക്കാനുള്ളത്? അല്ലെ നിങ്ങൾ എഴുന്നേൽക്കാണോ കുട്ടികളെ? വേറെ കൺഫ്യൂഷനാണ്. കുട്ടികളെ എഴുന്നേറ്റാണ് അങ്ങനെ അല്ല, നിങ്ങൾ എഴുന്നേറ്റാണ് കുട്ടികളിലേക്ക്. നിങ്ങൾ 7 മണിക്ക്, കുട്ടികൾ 8 മണിക്ക്, നിങ്ങൾ 5 മണിക്ക് തന്നെ. അതെ, കൃത്യനിഷ്ഠതയുള്ള ആയിക്കോട്ടെ. ഓക്കെ. എന്നിട്ട് കുട്ടികളെ വിളിക്കുന്ന രംഗം നോക്കണേ. ഏറ്റവും കൂടുതൽ കുട്ടികൾ മാനസിക സന്തോഷത്തോടു കൂടിയാണ് ക്ലാസ് റൂമിലേക്ക് പോകുന്നതെന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഒരുപാട് വേറെ വിഷയങ്ങൾ പറയേണ്ടതുണ്ട്, പക്ഷേ ഈ വിഷയമാണ് ഇന്ന് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം അത്രക്കും പീഡനങ്ങൾ ഇന്ന് കുട്ടികൾ അനുഭവിക്കുകയാണ്. എന്റെ അടുത്ത് ആയിരക്കണക്കിന് കുട്ടികളെ മാത്രം കൗൺസിൽ ചെയ്ത റിപ്പോർട്ടുകൾ എന്റെ കയ്യിലുണ്ട്. അവരുടെ മനസ്സിന്റെ പൊട്ടിത്തെറികൾ. രാവിലെ വിളിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എങ്ങനെ ഉണ്ടായാലും. നിങ്ങൾ വീട്ടിലേക്ക് എങ്ങനെ? പോത്തുപോലെ കടന്നുറങ്ങും. രാവിലത്തെ സുപ്രഭാതം പോത്തുപോലെ കടന്നുറങ്ങും. ഒരു ദിവസം രാവിലെ ഒരു കുട്ടി എഴുന്നേറ്റു. മോനെ എഴുന്നേൽപ്പിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. എവിടെ? സ്റ്റെപ്പിന്റെ മുകളിൽ. സാധാരണ 6 മണിക്ക് നിൽക്കാറുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. അന്ന് ഭാര്യ ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞു. പിറ്റേ ദിവസം അന്നും വന്ന് ഇരിക്കുന്നുണ്ട്. ആര്? പൊന്നാര മോള്, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അന്നും അതുപോലെ ഉമ്മ. 3ാമത്തെ ദിവസം ഇതുപോലെ. 4ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു? 6 മണിക്കാണ് ഇയാൾക്ക് ഓഫീസിൽ പോകേണ്ടത്. 6 മണിക്ക് ചായ കിട്ടേണ്ടതായിരുന്നു. ഭാര്യ ചായ കൊണ്ടുവരുന്നത് 6:15. ചായ കൊണ്ടുവന്നപ്പോ അയാൾ പറഞ്ഞു, ജാട്ട് മോന്തിക്കോന്ന്. ജങ്ങ് കുടിച്ചോ? അതിൽ ഇയാൾ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി. പോയ സമയത്ത് ഇവളും പിന്നാലെ പോയി. ഞങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്നോ, അതാക്കണ്ടേ ഇതാക്കണ്ടേ എന്നിട്ട് കുറെ സ്വാഗതം നന്ദിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചു.
തിരിച്ചു വരുമ്പോണ്ട് ആരിവിടെ സ്റ്റെപ്പുമ്പിൽ നിൽക്കുന്നുണ്ട്? പൊന്നാര സ്കൂൾ പോകണ്ടേ? ഈ കുട്ടി ഇങ്ങനെ അത്ഭുതപ്പെട്ടു, പടച്ചോനെ 3 ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നു, ഒരു കേസില്ല, ഇന്നിപ്പോ എന്താ പറ്റിയ കൺഫ്യൂഷനെ. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തത് ആർക്കാ കൊടുത്തത്? ശരിക്കും ആർക്കാ കൊടുത്തിട്ടുള്ളത്? പറഞ്ഞ കൊടുത്തിട്ടില്ലേ? സത്യം പറയാം, ഉണ്ടോ അല്ലേ? ഇനി അഥവാ ഈ കുട്ടിയുടെ മുഖം വാപ്പന്റെ മുഖമാണെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് കൂടും. ഒന്ന് ആലോചിച്ചു. ഇതാണ് രാവിലത്തെ രംഗം. എങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് പഠനം കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്ന സമയം രാവിലെ 7 മുതൽ 9 മണിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം കുട്ടികൾ അനുഭവപ്പെടുന്നത്. ആ സമയത്തെങ്കിലും മദ്രസയിലേക്കും സ്കൂളിലേക്കും പറഞ്ഞേക്കുമ്പോ വളരെ സന്തോഷത്തോടുകൂടി പൊന്നാര ഉമ്മ നിങ്ങൾ പറഞ്ഞേച്ചിട്ടുണ്ടോ? അതെങ്ങനെ പറഞ്ഞേക്കേണ്ടത്? അതാ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. രാവിലെ മക്കളെ എഴുന്നേൽപ്പിക്കുന്നു, അതൊരു ശീലമാക്കി മാറ്റിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എന്താ, കുറച്ച് നേരത്തെ എഴുന്നേൽക്കും, ചിലപ്പോൾ വൈകി എഴുന്നേൽക്കും. എന്താ, രാത്രിയത്തെ നോക്കണം. എവിടെ രാത്രി ഉറങ്ങിയ സമയം അവർ കണ്ടത് എന്തൊക്കെ നോക്കണം. അതിനനുസരിച്ച് രാവിലെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാകില്ല. ഒരു ദിവസം 5 മണിക്ക്, നിങ്ങൾ 6 മണിക്ക്, ഒരു ദിവസം കുട്ടി 6 മണിക്ക്, നിങ്ങൾ 7 മണിക്ക്. ഇങ്ങനെയാണെങ്കിൽ ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടാവില്ല. രാവിലെ കുട്ടി എഴുന്നേൽക്കുന്നു. നിങ്ങളുടെ കുട്ടി LKG UKG പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സ്വന്തമായി ബ്രഷ് ചെയ്യണം. ഇപ്പോഴും ചില രക്ഷിതാക്കളുണ്ട്, ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതും ഉമ്മ, കുളിപ്പിക്കുന്നതും ഉമ്മ, അതുപോലെ ബട്ടൺ സെറ്റ് കൊടുക്കുന്നതും ഉമ്മ, കുപ്പിയിൽ വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ അറ്റാടിയാ ഞാൻ ഒഴിച്ചരാം, ഇനി അവിടെ തൂക്കൂ, അത് ഒഴിച്ചു കൊടുക്കുന്നത് ഉമ്മ, ബട്ടൺ സെറ്റ് കൊടുത്ത് എല്ലാം റെഡിയാക്കി, ടൈ ഒന്ന് ചെയ്താൽ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അങ്ങനെ കിടക്കി, എന്നിട്ട് ഒരു ഓക്സിജന് പുറത്തോ കയറ്റി ബസ്സിനിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് എന്റെ ബയോളജിന്റെ പുസ്തകം കാണില്ല, ഇന്നലല്ലേ കൊണ്ടുവച്ചത്? നോക്കുമ്പോ തൊപ്പി കാണില്ല, ഒരൊറ്റ കുൽക്കല, ഭയങ്കര കുൽക്ക്. ആ കുൽക്കലോട് കൂടിയുള്ള തീർന്നിട്ടുണ്ടാവും. ഇതുമായിട്ട് അങ്ങനെ പോകുന്നത്. അവ ക്ലാസ്സിലേക്ക് എത്തുന്നു, ബസ് വരുന്ന ഒരൊറ്റ തള്ള, അതാണ് കൊണ്ടുപോയിക്കോളിട്ടാ. അങ്ങനെ കുട്ടി സ്കൂൾ വന്നിരിക്കുന്നു. അപ്പയാണ് 1ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അപ്പൻ ബാപ്പ ഉമ്മൻ ഉമ്മ ശരിയാ മനക്കാൻ ശരിയാക്കി കൊടുക്കുക. കുട്ടി അതാ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫാദർ മദർ. ഈ കുട്ടിയുടെ മനസ്സിൽ ഞാൻ ചോദിക്കട്ടെ, കുട്ടിയുടെ മനസ്സ് ലേണിംഗ് റെഡിനെസ് എന്ന് പറയുന്ന പഠന സന്നദ്ധ ക്ലാസ് റൂമിൽ ഉണ്ടാവുമല്ലേ? ഒരു കുട്ടിക്ക് തലച്ചോറിലേക്ക് സംഭവങ്ങൾ കയറണമെങ്കിൽ മനസ്സ് ഫ്രീ ആവണം. ലേണിംഗ് റെഡിനെസ് എന്ന് പറയാ പഠന സന്നദ്ധത, പഠിക്കാനുള്ള സന്നദ്ധത ഉണ്ടായാലേ കുട്ടി പഠിക്കൂന്ന. അതിന്റെ ഒരു ഘടകമാണ് മനസ്സിന്റെ ഫ്രീ മൈൻഡ്. മനസ്സിലായ? അത് ഉദാഹരണം തിരിയണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ മക്കൾ വീട്ടിലെത്തിയിട്ട് രാത്രി പുസ്തകം വായിക്കാനിരിക്കാൻ പറഞ്ഞു, മോളെ നാളെ ഹോംവർക്ക് ചെയ്യാനല്ലേ, ചെയ്തോ. നിങ്ങൾ വന്നിട്ട് സീരിയലും കണ്ട് കുങ്കുമപ്പൂവും കണ്ടിങ്ങനെ ഇരുന്നു. ആ സമയത്ത് നിങ്ങൾ TV കാണുന്നു, കുട്ടി പഠിക്കുന്നു. കുട്ടിയുടെ ശ്രദ്ധ പാഠപുസ്തകത്തിലാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിലേക്കാണോ ഉണ്ടാവുക? ഏതാ പറ? ഇനി നിങ്ങൾ കുട്ടിയോട് പറയുന്നു, മോനെ 7 മണി മുതൽ 9 മണി വരെ പഠിച്ചോളണോ? കുട്ടി പഠിക്കല്ലേ? പഠിക്കൂല. കാരണം എന്താ, പുസ്തകം എടുത്തിട്ട് പറയും 7 മണി 9 മണി 9 മണിയൊക്കെ ഒരു സാധനം വേറൊന്നില്ലായിരുന്നു. അതാണ് ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ മനസ്സ് ഫ്രീ ആവണം. അവന് എന്തുണ്ടാവാൻ പാടില്ല, ഒരു മാനസിക ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. അതാണ് ലേണിംഗ് റെഡിനെസ് എന്ന് പറയുന്നത്. എന്നിട്ട് ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾ പഠിപ്പിച്ചതെന്തറിയോ, അനങ്ങാൻ പാടില്ല, ഫസ്റ്റ് റാങ്ക് വാങ്ങണം, അപ്പുറത്തെ കുട്ടീനെ നോക്കി പോകരുത്, അവനേക്കാൾ നല്ല മാർക്ക് വാങ്ങണം, നിർബന്ധിച്ചു. മത്സരം നടന്നു. മത്സരത്തിൽ കുട്ടി തോറ്റുപോവുകയാണ്. കാരണം ഭയം കൂടും മത്സരിക്കുന്ന സമയത്ത്. ഈ മത്സരത്തിൽ ഭയം കൂടുമ്പോൾ സ്ട്രെസ്, പിരിമുറുക്കം അനുഭവപ്പെടും. അത് ശാരീരിക രോഗമായി മാറും. എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കേസ് ശരീരത്തിന് രോഗമായി മാറാറുണ്ട്. സൈക്കോ സൊമാറ്റിക് ഡിസീസ് എന്ന അതിന്റെ പേര്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഭയമുണ്ടെങ്കിൽ, പരീക്ഷയ്ക്ക് ഭയമുണ്ടെങ്കിൽ വയറുവേദന, തലവേദന, ഊരവേദന ഒക്കെ ഉണ്ടാവും. അതാ എനിക്ക് വയറുവേദന വരുന്നുണ്ട് എന്ന് പറയില്ലേ? എന്താ കാരണം? സ്കൂൾ പേടി, സ്കൂൾ ഓഫ് ഫോബിയ. മനസ്സൊന്ന് ഫ്രീ ആക്കി. റെഡി. വീട്ടിൽ വന്നാൽ ചില കുട്ടികൾ ഈ കൃത്രിമമായി വളർത്തുന്ന കുട്ടികളെ കുറിച്ചാണ്, ബ്രോയിലർ കോഴി ഉണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഉമ്മ എല്ലാം റെഡിയാക്കിയിട്ട് 4 മണിക്ക് വീട്ടിൽ വരുന്നു, നേരെ ട്യൂഷൻ മാസ്റ്റർ മുമ്പിലുണ്ടാവും. ഇവിടെ ട്യൂഷൻ കൊടുക്കാറുണ്ടാവും രക്ഷിതാക്കൾ? ഇല്ല, സ്കൂൾ തന്നെ പഠിക്കുന്നില്ല, പിന്നെ ട്യൂഷൻ.
ട്യൂഷൻ 7 മണിക്ക് ശേഷം കുട്ടിയിരിക്കുന്നത് കൊച്ചു ടിവിന്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ പോകോന്റെ മുമ്പിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തില് TV ഇല്ലാത്ത ഏതെങ്കിലും വീട്ടുകാരുണ്ടോ? ഉണ്ടോ? ഒന്നോ രണ്ടോ ആൾക്കാർ. TV ഇല്ലാത്ത ആകെ 4 വീട്ടുകാരല്ല. ആ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല എന്ന് പറയാൻ പറ്റും. ആ വീട്ടിൽ കമ്പ്യൂട്ടറില്ല, കമ്പ്യൂട്ടറോ ടിവിയോ ഇല്ലാത്ത വീട്ടുകാരുണ്ടോ? അത് ആ വീട്ടിൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല, ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഒന്ന് ആലോചിക്കണം, നമ്മുടെ മക്കൾ പ്രതിഭയാവാതെ പോയത് എന്തുകൊണ്ടാണ്? ടിവിന്റെ മുമ്പിലിരിക്കുന്നു, രാത്രി 10 മണിക്ക് ഉറക്കുന്നു, 2 മണിക്ക് കുട്ടി നെട്ടി ഉണരുന്നു, പിന്നെ 5 മണിക്ക്. ഇതാണ് റൊട്ടേഷൻ നടക്കുന്നത്. ഈ കുട്ടി പരീക്ഷയിൽ മാർക്ക് വാങ്ങിയപ്പോൾ 100ൽ 99 മാർക്ക്, 100ൽ 100 മാർക്ക്. എന്നാൽ ഞാൻ പറയുന്നു, ആ കുട്ടി പഠനത്തിലെ ജയിച്ചിട്ടുള്ളൂ, ജീവിതത്തിൽ വിജയിക്കൂല. മനസ്സിലായ? പഠനത്തിലെ ജയിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അതല്ലേ വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഒരാൾ പിന്മാറി. ആരാന്നറിയാവോ? സച്ചിൻ ടെണ്ടുൽക്കർ. ആ സച്ചിൻ ടെണ്ടുൽക്കർ നല്ലൊരു പ്രതിഭാ മേഖല സൃഷ്ടിച്ചു, ക്രിക്കറ്റ് മേഖലയിൽ. ഈ അടുത്ത് ചെസ്സിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കാരുണ്ട്, വിശ്വനാഥ് ആനന്ദ്. ശരിയല്ലേ? മ്യൂസിക്കിൽ ഓസ്കാർ അവാർഡ് ലഭിച്ച ഒരാളുണ്ട്, റസുൽ പൂക്കോട്ടി. ഇന്ത്യയുടെ കോടീശ്വരൻ മുകേഷ് അംബാനി. ഞാൻ ചോദിക്കട്ടെ, 4 ആളുടെ പേര് ഞാൻ പറഞ്ഞു. ഈ 4 പേരും 100ൽ 100 മാർക്ക് വാങ്ങിയവരാണോ? അല്ലേ? അല്ല. 4 പേരും ഒരേ മേഖലയിലാണോ? അതുമല്ല. പിന്നെ എന്തേ ലോകത്ത് ഇവർ ഓരോ മേഖലയും വ്യത്യസ്തത സൃഷ്ടിച്ചു? വിവരം മാത്രം പോരെ, ഇന്ന് പെർഫോമൻസ്, കഴിവാണ് വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കുട്ടിക്ക് ഏത് കഴിവാണ് നിങ്ങൾക്കുള്ളത് അറിയാവോ? എന്ത് കഴിവാണ് നിങ്ങളുടെ മക്കൾക്കുള്ളത്? മക്കളുടെ കഴിവറിയാതെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് കഴിവാണ് നമ്മുടെ മക്കൾക്കുള്ളത്? ഒന്ന് ആലോചിച്ചു. ഇനി ഞാൻ പറയാം, രാവിലെ എഴുന്നേൽപ്പിക്കുന്നു, അവൻ തന്നെ ബ്രഷ് ചെയ്യുന്നു, അവൻ തന്നെ കുളിക്കുന്നു. 2 വയസ്സ് 2.5 വയസ്സാകുമ്പോൾ സ്വന്തമായി ചെയ്യണം. ചില ഉമ്മാര് ഭക്ഷണം വരെ ഇട്ടുകൊടുക്കുക. ശീലം മാറ്റണം കേട്ടാ. എന്നിട്ട് പറയൂ, ഇപ്പോൾ സ്വന്തം തിന്നില്ല സാറേ, എന്താ ചെയ്യാം? ചെയ്യേണ്ടത് ആരെയാ? ഞാൻ പറയുന്നില്ല, ഏതാ. അങ്ങനെ റെഡിയായി. ഇവൻ തന്നെ എന്ത് ചെയ്താ, ഞാൻ ചോറിട്ടൊക്ക. അവൻ ടിപ്പിൽ ചോറാക്കി, അവൻ തന്നെ ബാഗിലോ ടൈനേബിളൊക്കെ നോക്കി പുസ്തകം വെച്ചു, അവൻ തന്നെ ബട്ടൺസ് ഇട്ടു. എന്തിനാ ഈ ബട്ടൺസ് ഇടാൻ പറയുന്നത് അറിയോ? ഈ കുട്ടി ബട്ടൺസ് ഇടുന്ന സമയത്ത് ബട്ടൺസ് ഇടുന്നതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അവന്റെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് അവിടെ കിടക്കുന്നുണ്ട്. ഈ കൊന്തർപ്പല്ല് മോശം മാതിരി ബട്ടൺസ് ഇടുന്നത് ഒന്ന് ബാക്കി. അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നുണ്ടെങ്കിൽ കേസാണ്. ഷൂ ധരിക്കുമ്പോൾ വലതും ഇടതും മാറിപ്പോകുന്നുണ്ടെങ്കിൽ കേസാണ്. സ്ഥിരമായി മാറുന്നുണ്ടെങ്കിൽ കേസാണ്. പഠനവുമായി ബന്ധപ്പെട്ട കേസാണ്. അങ്ങനെ അവൻ തന്നെ എല്ലാം ചെയ്തു, അവൻ തന്നെ എല്ലാം റെഡിയാക്കി. അവൻ ഒരു സാങ്കല്പിക ബസ്സിൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവാണ്. അവന് സ്കൂളിലെത്തിയിട്ട് കളിച്ചിട്ട് അവൻ പോകുന്ന സമയത്ത് ഒരു മാവിനെ പറഞ്ഞപ്പോ ആ വീട്ടുകാരന് പറഞ്ഞു, ആരാന്റെ മാവാണ്, എറിയാൻ പാടില്ല. അപ്പൊ അവൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചു, ശരിയാ, ആരാന്റെ മാവിന് ഉമ്മ എറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ അപ്പല്ലേ ആരാന്റെ മാവ്, ശരിയാ. അത് കുട്ടി ജീവിതത്തിൽ നിന്ന് പഠിച്ചു. സ്കൂളിലെത്തിയിട്ട് അവന്റെ പരിപാടി എന്താ? ക്ലാസ്സിലിരിക്കുന്നു, അവൻ പഠിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ലേ, പഠിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പുറത്ത് വിടുന്ന സമയത്ത് നരി നരി ചുറ്റിവാ കുല കുല മുന്തിരി എന്നൊക്കെ പറഞ്ഞ് ചാടി ഓടി കളിച്ച് വൈകുന്നേരം സ്കൂളിട്ട് വന്നപ്പോ ഇവനൊക്കെ പുസ്തകമൊക്കെ നല്ല രീതിയിൽ വെച്ചു, ഡ്രസ്സൊക്കെ എറിഞ്ഞിട്ട് ഇവനെ കളിക്കാൻ പോവുകയാണ്. എവിടെ? ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്, വയലിൽ കളിക്കാൻ പോവുകയാണ്. ഉമ്മ പറഞ്ഞു 6 മണിക്ക് വരണം കേട്ടാ. 5:45 5:50 വീട്ടിലെത്തുന്നു. അവൻ മഗ്‌രിബിന് ശേഷം ഖുർആൻ ഓതുന്നു, പുസ്തകങ്ങൾക്ക് എടുത്ത് വായിക്കുന്നു. 10 മണിക്ക് കൃത്യം ഉറങ്ങുന്നു, 5 മണിക്ക് വീണ്ടും എഴുന്നേൽക്കുന്നു. ഞാൻ പറയുന്നു, ആ കുട്ടി പഠനത്തിൽ 100ൽ 5 മാർക്കാണെങ്കിൽ പഠനത്തിൽ തോറ്റാൽ പോലും ജീവിതത്തിൽ വിജയിക്കുന്നതാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കുട്ടി പഠന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ്, പക്ഷേ വിജയത്തിലേക്ക് എത്തുന്നു. എന്താ ഇത് പറയാൻ കാരണം അറിയോ? ഇന്ന് വേണ്ടത് എന്റെ രക്ഷിതാക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഒരു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത്, എവിടെയെങ്കിലും അവൻ എത്തുമ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം മനസ്സിലാക്കി തരാം. പെരുന്നാളിന് ഡ്രസ് എടുക്കാൻ പോകാറുണ്ട്, അതേ ഉള്ളൂല്ലേ? ഷോപ്പിങ്ങിന് ഒരു കടയിൽ ചെന്നു, നിങ്ങൾ പറഞ്ഞു
ഈ ഡ്രസ് ഒന്ന് വേട്ടെ, ഒരു സാരി, ആ സാരി ഇട്ട് തന്നു. നോക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല. നിങ്ങൾ പറഞ്ഞു ഇക്ക ഇത് വേണ്ട അത് വേണം. അപ്പൊ അയാൾ പറഞ്ഞു വേണമെങ്കിൽ എടുത്തോളൂ ഇത്, അല്ലെങ്കിൽ നോക്കിയിട്ട് പറ എന്റെ എല്ലാം കൂടി എടുത്തിടാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കോ ഇറങ്ങി പോവോ? എന്തയ്യാ ഇറങ്ങിപ്പോ. മറ്റൊരു കട ചെന്നു, കയറി വന്നപ്പോ പുഞ്ചിരിക്കുന്ന കയറി വരും. വെള്ളം പറയട്ടെ, ഒരു വെള്ളം കിട്ടാത്ത ഒരു വെള്ളം. പിന്നെ എന്താ വേണ്ടത്? സാരി, ഈ സാരിയാണോ അതാണ് ഇതാണോ എല്ലിട്ട് തരുന്നു. നിങ്ങൾ അവിടെ നിൽക്കോ പോകുവോ? എന്താ കാരണം? നിങ്ങൾ അവരോട് ചോദിച്ചോ നിങ്ങൾ MBBA കഴിഞ്ഞ ആളാണോ, നിങ്ങൾ ബിടെക് കഴിഞ്ഞ ആളാണോ, നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് നോക്കട്ടെ, നിങ്ങൾ നല്ല വിവരമുള്ള ആളാണ് എന്നൊക്കെ ചോദിച്ചോ? ഇല്ല. അവരെ നിങ്ങൾ ആകർഷിച്ചത് സ്വഭാവമാണ്. ഇതാ ഞാൻ പറഞ്ഞത് പെർഫോമൻസ്. ആളുകൾക്ക് വേണ്ടത് പെർഫോമൻസ് ആണ്. ഇത് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കണം. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ്. അതിനാണ് ഞാൻ ഇത് കാണിച്ചു വരുന്നത്. കുട്ടികൾ മണ്ണിൽ കളിക്കട്ടെ. ആരോഗ്യമാസിക കുട്ടികൾ മണ്ണിൽ കളിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദിച്ചൊരു ആൻസർ ഇവിടെ വെച്ച് തങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ നേരത്തെ കളിച്ചപ്പോൾ എന്താ ചെയ്തത്? ചെലവോണ്ട് അടിച്ചതല്ലേ അല്ലേ? ഞാൻ വായിക്കാം. ചെളിയിലും മണ്ണിലും കളിക്കുന്നതിൽ നിന്നും കുട്ടികളെ വിലക്കേണ്ടതില്ല. വൃത്തി അമിതമായാൽ അൽഷമൈസ് രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലത്രേ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. ലോകാരോഗ്യ സംഘടന 190 രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ വിശകലനം ചെയ്തതാണ് ഇത്തരമൊരു നിരീക്ഷണം. ശുദ്ധജലവും സാംക്രമിക രോഗങ്ങളും വരാനുള്ള സാധ്യത കുറവുള്ള സമ്പന്ന രാജ്യങ്ങളിലെ നഗരവാസികളിൽ അൽഷമൈസ് വളരെ കൂടുതലായി കണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നാളെ മുതൽ മക്കളെ ആ ചളി പോയി കളിച്ചോളിട്ടോ എന്നാക്കാൻ നിൽക്കരുതേ. അതിന്റെ ടൈമും എല്ലാം ഉണ്ട്. മണ്ണിൽ കളിക്കുന്നതിന് കുഴപ്പമില്ല. കുട്ടികൾ കളിക്കുന്നതിനോ നിങ്ങൾ പറയാനുള്ള കുരുത്തക്കേട് പറയും. അവിടെ വരച്ച് ഇവിടെ വരച്ച് അതാക്കി ഇതാക്കി. നിങ്ങളിപ്പോ ഒരു കുട്ടി ചുമരുമേൽ ഇങ്ങനെ വരയ്ക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യാ? അറ്റടിയാണ് നോക്കുക. എന്നോട് ഇന്നലെ പറഞ്ഞതാണ്. ഇനിയിപ്പോ ബാപ്പനെ പുറത്ത് പോയി വരക്കേണ്ടിയിരിക്കുക. നിങ്ങൾ വായിക്കൊടുക്കുന്നതുകൊണ്ടല്ലേ. ഞാൻ പറയുന്നു പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഉദാഹരണത്തോടെ ഞാൻ പറഞ്ഞുതരാം. ചില കുട്ടികളുണ്ടാവും ക്ലാസ് ഒന്ന് പിന്നെ വീട്ടിലെത്തിയിട്ട് മോനെ വായിക്കുന്ന പറയുമ്പോ വായിക്കാൻ കിട്ടുന്നുണ്ടാവില്ല. അല്ലെ വായിക്കുന്നുണ്ടാവും റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ ഓതുന്നുണ്ടാവും. പക്ഷെ റഹ്മാൻ എവിടെ? റഹ്മാനി ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. കുട്ടിക്ക് അക്ഷരം തിരുന്നില്ല, കണക്ക് തെറ്റിപ്പോവുക. എന്റെ അടുത്ത് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്നു. ഞാൻ ചോദിച്ചു മോനെ 5ഉം 3ഉം എത്രയാണ്? കുട്ടിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ പറയും ആളൊരു പൊട്ടനാണ്. ഇത് പൊട്ടനല്ല സംഭവം. ഇവന് തിരിയാത്തത് കൊണ്ട് 5ഉം 3ഉം 8 എന്നുള്ളത് ബുദ്ധി കൂടുതലുള്ള കുട്ടിക്കും ഇത് സംഭവിക്കും. എന്താ കാരണം? പഠന വൈകല്യമാണ്. ശരാശരി ബുദ്ധിയോ അതിബുദ്ധിയോ ഉള്ള കുട്ടികളിൽ വായിക്കാനോ എഴുതാനോ കണക്ക് കൂട്ടാനോ കഴിയുന്നില്ലെങ്കിൽ ആ കഴിവില്ലായ്മക്ക് പറയുന്ന പേരാണ് പഠന വൈകല്യം. അത് അന്വേഷണം ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ന്യൂറോ ടെസ്റ്റ് ചെയ്യണം, സൈക്കോ ടെസ്റ്റ് ചെയ്യണം, സൈക്കാട്രിസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. എല്ലാം ചെയ്തതിനു ശേഷമേ ഇതാണ് തീരുമാനിക്കാൻ പറ്റൂ. അങ്ങനത്തെ കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവർക്ക് സഹായിയെ വെക്കുന്നത് പോലെ ഇത്തരം കുട്ടികൾക്കും സഹായിയെ വെക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായോ സംഭവം? പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. എന്റെ കയ്യിൽ ഒരു ആൻസർ ഷീറ്റാണ്. 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റാണ്. ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. പക്ഷെ അവൻ എഴുതിയാലോടെ അർത്ഥം എഴുതുക. വസ്ത്രം, വസ്ത്രം എന്നതിന് അർത്ഥം ചെയ്താൽ പറയുമ്പോ മനസമറ, ചിത്രശലഭം, വലിറി വിഭ, മാലിന്യം അതിന്റെ അർത്ഥം ചെയ്താൽ പറഞ്ഞിട്ട് റിവസിലി, വെള്ളം, മനസബലിയ, ഭംഗി. എന്താ സംഭവം? കുട്ടിക്ക് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ കിട്ടും, എഴുതാൻ കഴിയുന്നില്ല. ഓക്കെ, ഞാനൊരു കുട്ടിയോട് അവന്റെ പ്രശ്നം എഴുതി തരാൻ പറഞ്ഞു. അവന്റെ പ്രശ്നം എഴുതി തരാൻ പറഞ്ഞപ്പോ ആ എഴുതിയത് പോലും പ്രശ്നം മനസ്സിലായില്ല. ഞാൻ എന്റെ പപ്പ മരിച്ച് അന്ന് കുടു എനക്കു വിശകുടു പാപ്പ കണിത്ത കുവിഷ്മ ഉടു എടിൻ മണ്ണ എടുക്കുന്നിത്തു വിഷ്. ഇത് കന്നഡക്കാരനൊന്നല്ല, മലയാളക്കാരൻ. മലപ്പുറം ജില്ലയിൽ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു കഥ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്.
ഒരു ദിവസം ഞാൻ നടപോകുമ്പോൾ ഒരു വിടൽ ഒരു നായ കണ്ടപ്പോൾ ആ നായ കല്ലയെടുത്തു എറിയുന്നു. അപ്പോൾ നായ എന്റെ പിന്നെല്ലാം ഒടി. അപ്പോൾ ഞാൻ എന്റെ വിടൽക്ക് മനസ്സിലായ? ഇങ്ങനെ അക്ഷരങ്ങൾ വിട്ടുപോവുക, ഇങ്ങനെയുള്ള കേസുണ്ടെങ്കിൽ പഠന വൈകല്യം. ഇതെപ്പോഴാ തുടങ്ങാന്ന് വെച്ചാൽ പ്രഗ്നന്റ് സമയത്ത് തുടങ്ങാറുണ്ട്, ജനിച്ചതിന് ശേഷം കളിക്കാൻ അവസരം കൊടുത്തില്ലേ തുടങ്ങാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ഈ 2 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? വാക്കർ എന്ന് പറഞ്ഞ സാധനം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ വീട്ടിൽ വാക്കർ ഉണ്ടാ കുട്ടി കൊടുത്തിട്ടുണ്ടാ? കൊടുക്കാൻ പാടില്ല. ഇന്ന് നടക്കുന്ന കുട്ടികൾ നടക്കുന്നില്ല. വാക്കർ നോക്കേട്ടെ. No. ഞാൻ ചോദിക്കട്ടെ രക്ഷിതാക്കളെ, നിങ്ങളുടെ അടുക്കൽ മക്കൾ നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം എപ്പോഴെങ്കിലും കിട്ടില്ല? ഇല്ല. ഇന്ന് ഉമ്മാർക്ക് തിരക്ക്. ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവസ്ഥ എന്താണെന്നറിയാം? പിതാവ് ലാപ്ടോപ്പിൽ, മാതാവ് സീരിയലിലും, മകൾ മൊബൈലിൽ, മകൻ ഗെയിമിൽ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്ന് സംസാരിക്കുന്നില്ല. ഇത് ചലിക്കണം, നടക്കണം എന്ന് പറയാൻ കാരണം ഇവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തലച്ചോറ് വർക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് കുട്ടികൾ ചെറുപ്പത്തിലെ കളിക്കാൻ അവസരം കൊടുക്കണം. വൈകുന്നേരം ഞാൻ പറയുന്നു 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ 1 മണിക്കൂർ കുട്ടികൾ കളിക്കട്ടെ. ഞാൻ പഠിപ്പിച്ചതല്ല, മനഃശാസ്ത്രം മാത്രമല്ല, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലുമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ 900 വർഷം മുമ്പ് എഴുതി വെച്ചു, പഠനം കഴിഞ്ഞാൽ കുട്ടികൾ അമിത ക്ഷീണം വരാത്ത രീതിയിൽ കളിക്കാനുള്ള അവസരം കൊടുക്കണം, അവർക്ക് അത് ഗുണമാണ് എന്ന്. എന്താണ് അതിന്റെ ഗുണമെന്തെന്ന് അറിയാമോ? ഇല്ലല്ലോ, എന്നാ ഞാൻ പഠിപ്പിച്ചു. മെസ്സി കളിക്കുന്നത് തലകൊണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ മേഖലയിലെ ലോകത്തെ ഏറ്റവും വലിയ താരാണ് മെസ്സി. അല്ലേ അല്ലേ ചെറിയ കുട്ടിക്കരയാ ഇങ്ങനത്തെ Jordi Alba, it will come to Messi again, and it's still Messi, and that's the result. It's just relentless. Oh, what an impact sub he's been. ഈ മെസ്സി കളിക്കുന്നത് തല കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, ഏതും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്, തല വർക്ക് ചെയ്യുന്നുണ്ട്. ഗവേഷണം നടത്തിയതാണ്. എങ്കിൽ രക്ഷിതാക്കളെ, കളിക്കുമ്പോൾ കുട്ടിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണെന്നറിയോ? ഒന്ന്, ഒരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം അല്ലേ? ടീം ഉണ്ടാകുമ്പോൾ ടീം സ്പിരിറ്റ് ഉണ്ടാകുന്ന സമയത്ത് സംഘടനാ പ്രവർത്തനം, ഗ്രൂപ്പ് ഗെയിമുകൾ ഉണ്ടാകുന്ന സമയത്ത് മനക്കരുത്തുണ്ടാവും. 2, ഇവൻ ക്യാപ്റ്റൻ ആകുമ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന നേതൃത്വ പാഠമുണ്ടല്ലോ, അത് വിട്ടു. മോനെ അവിടെ ഇവിടെ നിൽക്കണേ, ശ്രദ്ധിക്കണം, അവിടെ നിന്ന് വരുന്നത് ശ്രദ്ധിക്കണം. ഇവന് ഒരു സെക്രട്ടറി ആവാൻ കഴിയും, ഇവന് ബിസിനസ് ചെയ്യാൻ കഴിയും. 3ാമത്തേത് കമ്മ്യൂണിക്കേഷൻ നടക്കും, ആശയവിനിമയം, സംസാരം അവിടെ നടക്കും. കാരണം ലോകത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായ ആളുകൾക്ക് വേണ്ടത് സംസാരിക്കാൻ കഴിയാം അല്ലേ? നമുക്ക് സംസാരിക്കാൻ അറിയാലോ, ഇത് വർത്താൻ പറയാന്നറിയാം, സംസാരം വേറൊന്നും. 4ാമത്തേത് അപ്പുറത്തെ കോൾ പോസ്റ്റിലേക്ക് എങ്ങനെ പന്തെത്തിക്കണമെന്നതിനെ കുറിച്ചുള്ള ബ്രെയിൻ വർക്കിംഗ്. 5ാമത്തേത് ഈ കളിയിൽ തോറ്റാൽ തോൽവിയെ നേരിടാനുള്ള മനക്കരുത്ത് കുട്ടി കിട്ടും. അങ്ങനത്തെ കുട്ടികളല്ലാത്തത് കൊണ്ടാണ് +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു, +2 തോറ്റതിന്റെ പേര്. ഇപ്പൊ ഇതുവരെ പഠിച്ചെന്തിനു? ആത്മഹത്യ ചെയ്യാൻ. 6ാമത്തേത് ഒരാൾ വീണാൽ ആ വീണ കുട്ടിയെ എഴുന്നേൽപ്പിച്ചിട്ട് വെള്ളം കൊടുക്കണമെന്ന സോഷ്യൽ ഇന്റലിജൻസ്, സാമൂഹിക ബോധം അവരുണ്ടാവും. അങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിൽ വാപ്പയും ഉമ്മയും കിടക്കുന്ന സമയത്ത് ആ വാപ്പയും ഉമ്മയും നോക്കാനുള്ള ഒരു ബോധം. ഒന്ന് ആലോചിക്കട്ടെ, ഇങ്ങനെ ഒരുപാട് കഴിവുകൾ കളിയിലെടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കുട്ടികൾ ഇന്ന് ടിവിന്റെ മുമ്പിലാണ്. എന്നാൽ ടിവിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള പ്രശ്നം എന്താണെന്ന്, if you've got kids watching TV, and who doesn't, you've got kids watching junk food apps. Do a great job selling their products in the most entertaining and memorable way. This kind of marketing is especially hard to resist. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് കുട്ടികൾ അധിക സമയം ടിവിന് മുമ്പിലാണ് അല്ലേ? ആണോ? അല്ലേ?
അല്ലേ? നിങ്ങൾ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഇത്രത്തോളം കുട്ടിയുടെ ബ്രെയിനിനെ നശിപ്പിക്കുന്ന വേറൊരു കാര്യമില്ല. പഠനത്തിൽ എവിടെ എത്തിയെന്നറിയോ? ഒരുപാട് പഠനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഒന്ന്, 2 വയസ്സിന്റെ മുമ്പ് നിർബന്ധമായിട്ട് കുട്ടികൾ TV കാണിപ്പിക്കാൻ പാടില്ലെന്ന്. പക്ഷെ ഇന്ന് രക്ഷിതാക്കൾക്ക് ആകെ ഒരു സമാധാനം കിട്ടുന്ന എവിടുന്ന? മക്കളെ മുമ്പിലടി പിന്നെ സമാധാനമായി ഒരൊച്ചപ്പാട് പോലുണ്ടാവില്ല. കുട്ടികൾ ഇതിങ്ങനെ കണ്ട് രസിക്കല്ലേ. രണ്ടാമത്തേത്, ഇന്ന് കുട്ടികൾ TV കാണുന്നുവെങ്കിൽ അവർ ടെക്നോളജിയിൽ അഡിക്റ്റാണ്. എന്ന് പറഞ്ഞാൽ വലത് തലച്ചോറ്, ഇടത് തലച്ചോറ് എന്ന് പറഞ്ഞാൽ 2 തലച്ചോറുണ്ട്. ഈ തലച്ചോറിൽ വലതുഭാഗത്താണ് ഭാവന എന്ന് പറയുന്ന ഒരു കഴിവുള്ളത്. ഭാവന. ഈ ഭാവനയെ 2 മണിക്കൂർ TVയുടെ മുമ്പിൽ ഇരുന്നാൽ കുട്ടിയുടെ ഭാവന നഷ്ടപ്പെടും. 1. നമ്പർ 2, സ്ക്രീനിൽ 2 മിനിറ്റ് കൊണ്ട് 10 സീനുകൾ മാറി വരുന്നുണ്ട്. ഒരേ സീനാണ് വരുന്നത്. പരസ്യം വരുമ്പം ഒന്ന് വന്ന് മറ്റൊന്ന് അല്ലേ, 10 ക്ലിപ്പുകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഈ മാറ്റം കുട്ടിയുടെ തലച്ചോറിനെ ക്ഷതമേൽപ്പിക്കുന്നുണ്ട്. 3, TV റിമോട്ട് കൊണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, റിമോട്ട് കൊണ്ട് മാറ്റൂലേ, മാറ്റുമ്പോൾ ഈ കുട്ടിക്ക് സ്വന്തമായ അഭിപ്രായം പറയാനുണ്ടാവുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. 4, TV കാണുന്ന കുട്ടിയിൽ അമിതവണ്ണം, ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അമിത വികൃതി, പ്രമേഹം, ആശയവിനിമയം നടത്താനുള്ള കഴിവില്ലായ്മ, മാനസിക പിരിമുറുക്കം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് തിരിയണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാം. സാധാരണ കുട്ടി പിന്നെ TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് മോനെ ഇപ്പൊ കാണണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടി എന്താ ചെയ്യാ? അക്രമ സ്വഭാവം കാണിക്കുമല്ലേ? കാണിക്കും. കാരണം കുട്ടി ഇതിന് എന്തായിട്ടുണ്ട്? അഡിക്റ്റ് ആയിട്ടുണ്ട്. ആ അഡിക്ഷനാണ് TV കാണുന്നതിനെ ചൊല്ലി തർക്കം. അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കടക്കൽ, കേരളത്തിലാണ്. തൂങ്ങി മരണം അഭിനയിച്ച വിദ്യാർത്ഥി സാരി കഴുത്തിൽ മുറുകെ മരിച്ചു. തൂങ്ങി മരണം. ടിവിയിലുണ്ടാവും തൂങ്ങി മരിക്കുന്നത്. നിങ്ങളെ ചില കുട്ടികളുണ്ടാവും സൂപ്പർമാൻ, ഈ കാർട്ടൂൺ കാണുന്ന കുട്ടികൾ. കാർട്ടൂൺ കണ്ടില്ലേ? സൂപ്പർമാനാണോ സ്പൈഡർമാനോ ഏതാ കാണാറുണ്ട് മക്കള്? രണ്ടും കാണും, അതല്ലാത്തതും കാണും. ഈ കാണുന്ന കുട്ടി ഇതുപോലെ അനുകരിക്കുമെന്നാണ്. കാരണം മനഃശാസ്ത്രം പറയുന്നു കുട്ടികൾക്ക് അനുകരിക്കാനുള്ള സ്വഭാവം ചെറുപ്പത്തിലെ തുടങ്ങുന്നില്ല. അതുപോലെ അനുകരിക്കും കുട്ടികൾ. കണ്ടത് മുഴുവനും 2 മാസമാകുമ്പോഴേക്കും അനുകരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇവനെന്ത് ചെയ്യുന്ന? സ്പൈഡർമാൻ ചാടുന്ന മാതിരി ഇവന് വീടിന് 2ാം നില ഒറ്റ ചാട്ടാ. ഇവനറിയോ ഇത് സാങ്കല്പികമാണെന്ന്? അറിയില്ല. ഇവരെന്താണ് ചെയ്യുന്നത് അതനുസരിച്ച് അനുകരിക്കുന്നു. ആ അനുകരണമാണ് ഇതിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ മക്കൾ ഭാവിയിൽ പ്രതിഭകളാവണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ടൈം വെച്ചുകൊണ്ട് കുട്ടികൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഗുണപാഠപരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം കാണിച്ചിട്ട് അവരെ അതിൽ നിന്നും മാറ്റിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞ അക്രമ സ്വഭാവം, നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ മുഴുവനും ഇല്ലാതാക്കാൻ കഴിയും. ഇന്ന് ഞാൻ ഏതാ ചോദിച്ചാൽ കുട്ടി പഠനത്തിൽ കഴിവ് തെളിയിക്കുന്നതോടൊപ്പം അവൻ സ്വഭാവത്തിലും നല്ല കുട്ടിയായി തീരണം. പഠനത്തിൽ പിന്നോട്ടാണെങ്കിൽ അതിന്റെ കാരണമെന്തെന്ന് കണ്ടെത്തിയിട്ട് അവനെ നല്ല രീതിയിൽ വളർത്തണം. ഇതാണ് നിങ്ങളോട് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ആളുണ്ടായിരുന്നു, അയാൾക്ക് 3 മക്കൾ. ആ 3 മക്കള് നല്ല കുട്ടികളാണ്. അപ്പൊ ഇയാളോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ മൂത്ത മകൻ എവിടെ ഉള്ളത്? അപ്പൊ പിതാവ് പറഞ്ഞു, എന്റെ മൂത്ത മകനോ അവൻ ലണ്ടനില്ല, വലിയ ഡോക്ടറാ, നല്ല പഠനമൊക്കെ കുട്ടിയാട്ടോ. അപ്പോ 2ാമത്തെ കുട്ടിയില്ലേ അവനോ? അവൻ അമേരിക്കയിലാണ്, അവൻ അഡ്വക്കേറ്റ് ആണ്, അവൻ പഠിക്കും, അവനൊക്കെ നല്ല മേഖലയിലാണ്, വൈഫും കുടുംബമായിട്ട് അവിടെ താമസിക്കുകയാണ്. 3ാമത്തെ കുട്ടിയോ? ഓനൊരു പൊട്ടനാ, ആളൊരു പൊട്ടനാ. അപ്പൊ നിങ്ങളിപ്പോ എവിടെ താമസിക്കുന്നത്? നിങ്ങളെ ഭാര്യ? അത് ഞാൻ ഓന്റെ വീട്ടിലാണ്. ആരെ വീട്ടില്? പൊട്ടന്റെ വീട്ടില്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടൻ അറിയോ? പഠന പിന്നോക്കാവസ്ഥ കുട്ടിയെ കഴിവ് നല്ല
എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം രക്ഷിതാക്കളെ, കുട്ടിയിൽ പഠനത്തിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ 50ഓളം കാരണങ്ങളെ കൊണ്ട് പഠന പ്രശ്നം ഉണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയിൽ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ നോക്കണം. ഈ കുട്ടിക്ക് പഠന മേഖലയിലെ പഠന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധിച്ച് ചെയ്യാൻ പാടില്ല, അതുണ്ടോ നോക്കുക. എവിടെയാ കേസ് എന്ന് കണ്ടെത്തുക, അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം ഒരാൾ നല്ലൊരു പറമ്പ് വാങ്ങി, ഒരു ഏക്കറ കണക്കിൽ ഒരു പറമ്പ് വാങ്ങിയപ്പോ ഒരു കൃഷിക്കാരനോട് ചോദിച്ചു, ഞാൻ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്, സ്കൂൾ തുടങ്ങാൻ പോവാണ്. ആ കൃഷിക്കാരൻ പറഞ്ഞു, അവിടെ ഏറ്റവും നല്ലത് എന്താ, മഹാഗണി നടുന്നതാ നല്ലത്. കാരണം ഒരു മഹാഗണിക്ക് ഒരു 10 രൂപ കൊടുത്താൽ മതി. ഒരു 300 എണ്ണം നട്ടാൽ ഒരു 3000 രൂപ അല്ലേ വരൂ, ജോലിക്കാർക്ക് കൂടി ഒരു 5000 രൂപ വരും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ, 300 മഹാഗണി വെച്ചാല് ഒന്നും വന്ന് വലുതായാൽ 5000 രൂപ കിട്ടും. 5000 രൂപ കിട്ടും. ആ 5000 രൂപ കിട്ടിയാൽ എന്താ സുഖം എന്നറിയോ, 300 എണ്ണം ഉണ്ടെങ്കിൽ 1.5 ലക്ഷം റുപ്യ, അല്ലെങ്കിൽ അതിന് കൂടുതൽ പൈസ കിട്ടി, കൂടുതൽ കാശ് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു, മഹാഗണി നട്ടു, വെള്ളം ഒഴിച്ചു, മണ്ണുമിട്ടു, എല്ലാം റെഡിയായി. നോക്കുമ്പോ വളരുന്നില്ല, ഉള്ളതുപോലെ തന്നെ ഉണ്ട്. വീണ്ടും ചെയ്തു നോക്കി, ഗവേഷണം നടത്തി, ആവുന്നില്ല. അങ്ങനെയാണ് ഈ മണ്ണെടുത്തിട്ട് ഇതിന്റെ സയന്റിസ്റ്റുകളുടെ അടുത്ത് കൊണ്ടുപോയപ്പോ അവർ കണ്ടെത്തിയത് ഈ മണ്ണിൽ മഹാഗണി വളരൂല. മനസ്സിലായോ? നട്ടെടുത്ത് മുളക്കണമെന്ന നിർബന്ധം രക്ഷിതാക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇതെവിടെ മുളക്കാൻ പറ്റുന്നത് അത് കണ്ടെത്തണം. ഇതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറിൽ ഏതാണ് ഏത് കഴിവാ ഉള്ളത് എന്ന് നോക്കിയിട്ട് ആ കഴിവിനെ കണ്ടെത്തിയിട്ട് അതിനെ പരിപോഷിപ്പിക്കണം. നിങ്ങൾക്കറിയുമോ, ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, ക്ലാസ് റൂമിൽ വളരെ പിന്നോട്ടാണ്. കുട്ടി നല്ല കഴിവുണ്ട്. 9ാം ക്ലാസ്സിൽ എത്തിയപ്പോ 9 വയസ്സായപ്പോഴാണ് കുട്ടിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞത്. അങ്ങനെ അവസാനം ഗവേഷണം നടത്തി അവന് പഠനത്തിലൊക്കെ വളരെ പിന്നോട്ടായിരുന്നു. പഠനത്തിൽ വളരെ പിന്നോട്ട്. ആ പിന്നോട്ടുള്ള കുട്ടി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവിടെ ഓഫീസർമാർ വന്ന് പരിശോധിച്ച് നോക്കുമ്പോ ഈ കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ സർട്ടിഫിക്കറ്റ്? ഇവന് ബുദ്ധിമാന്ദ്യം ഉണ്ട് എന്നാണ്. സർട്ടിഫിക്കറ്റ് കാണിച്ചു നോക്കുമ്പോ ഇവനൊരു മന്ദബുദ്ധി എന്നാണ്. ആര് പറഞ്ഞത്? ഈ ഓഫീസർ പറഞ്ഞത്. ഉമ്മ പറഞ്ഞു, മാതാവ് പറഞ്ഞു, മോനെ നീ എന്റെ കുട്ടിയാണ്, നീ രോഗമുള്ള കുട്ടിയല്ല, നീ നല്ല കുട്ടിയാണ്. ആ മാതാവ് ആ കുട്ടിയെ അഭിനന്ദിച്ച് വളർത്തി, അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചുംബനം കൊടുത്ത് വളർത്തിയപ്പോൾ ആ കുട്ടി കണ്ടെത്തിയ സാധനമാണ് ഇക്കാണുന്ന സാധനം, ബൾബ്. ആ ബൾബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ആ പറഞ്ഞ ഓഫീസർ പോലും പഠിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ പേരാണ് തോമസ് ആൽവ എഡിസൺ. ആ എഡിസന് വായന അറിയില്ല. വായന ഡിസ്ലെക്സിയ എന്ന് പറയുന്ന അസുഖമുണ്ട്, വായനാ പ്രശ്നം. ആ കുട്ടിയുടെ ഗവേഷണമാണ് ഇത് കണ്ടെത്തിയത്. നിങ്ങൾക്കറിയുമോ, പഠനത്തിൽ ഇപ്പം മോശമാണ് കുട്ടി, ഭാവിയിൽ നന്നാകും. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി 9ാം ക്ലാസ്സിലും 10ലും 8ലും വളരെ കണക്കിൽ മാർക്ക് കുറവാണ്. അങ്ങനെ ഈ അധ്യാപകൻ കുറെ കാലത്തിന് ശേഷം ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങാൻ പോയ സമയത്താണ് ഈ മരുന്ന് എടുത്തു തരുന്നത് ആരെന്നറിയുമോ? ആ കുട്ടിയാണ്. കണക്കിൽ പിന്നോട്ടുള്ള ആ കുട്ടിയാണ്. എല്ലാ കണക്കും കാൽക്കുലേഷൻ നോക്കാതെ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിൽ കുളിക്കാതെ കൂട്ടാതെ മനക്കണ്ണ് കൊണ്ട് കാര്യം പറഞ്ഞത്. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ ഇങ്ങനെ ആയത്? അന്ന് വളരെ മോശമായിരുന്നല്ലോ. അപ്പൊ ആ പറഞ്ഞത്, ജീവിക്കണ്ടേ സാർ, ഈ കുട്ടി ജീവിക്കാൻ പിന്നീട് പഠിച്ചു. അങ്ങനെയാണ് ആ കുട്ടി അങ്ങനെ ആയിത്തീർന്നത്. ഞാൻ പറയുന്നു, എന്റെ രക്ഷിതാക്കളെ, മാതാവ് നിങ്ങളാണ്. നിങ്ങളുടെ അടുക്കൽ 24 മണിക്കൂർ മക്കളുണ്ട്. ജനിച്ചതു മുതൽ ആ കുട്ടിയെ നിങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. അതില്ല എങ്കിൽ കുട്ടിയുടെ മാനസിക പ്രശ്നങ്ങൾ കുട്ടി തുറന്നു പറയില്ല. ഒരുപാട് കേസുകളുമായിട്ടാണ് ഇന്ന് കുട്ടികൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാകുന്ന മാതാവാകുന്ന ഇന്ന് മാതൃദിനമാണ്. നിങ്ങളെ ഭാവിയിൽ മക്കൾ സ്നേഹിക്കണമെങ്കിൽ, മക്കൾ ആദരിക്കണമെങ്കിൽ, ആ മക്കൾ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ വീട്ടിലുള്ള 4-5 കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. മൂത്ത കുട്ടി ഉഷാറാ, മോനെന്താ ഇങ്ങനെ പഠിച്ചാലെന്താ ഒന്നും പറയാൻ പാടില്ല. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളെ, ഈ മാതൃദിനത്തിൽ നല്ലൊരു മാതാവാവുക, മക്കൾക്ക് മാതൃകയാകുന്ന മാതാവാവുക. ഒരൊറ്റ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുട്ടിയോട് പറഞ്ഞു, സഞ്ചരിക്കുന്ന സമയത്ത് മോനെ സത്യമേ പറയാവൂ എന്ന്. ആ കുട്ടി പോകുന്ന സമയത്തല്ലേ കൊള്ളക്കാര് വന്നത്, പണം വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നോ? അപ്പൊ ചോദിച്ചു, മോനെ എന്റെ കയ്യിൽ എന്തോ ഉണ്ടോ? പറഞ്ഞു, സ്വർണ്ണനാട് എന്റെ കീശയിലുണ്ട്. ഇവരത്ഭുതപ്പെട്ടു, കൊള്ളക്കാരൊക്കെ അത്ഭുതപ്പെട്ടു. എന്താ ഇയാൾ പറയുന്നത്? സാധാരണ മോശം നടത്താൻ വന്നിട്ടാണെങ്കിൽ സത്യം പറയൂലല്ലോ, കള്ളത്തരല്ലേ. അപ്പൊ എന്റെ ഉമ്മ പഠിപ്പിച്ചത് സത്യം പറയാനാണ്. ആ കൊള്ളക്കാരൻ മുസ്ലിമായി. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ,
നമ്മൾ ഈ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ എന്ന് വീട്ടിലെത്തിയ കുട്ടികളോട് മക്കളെ സത്യമേ പറയാവൂ എന്ന് പറയാൻ ധൈര്യമുള്ള രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ചെറിയ ചെറിയ പറഞ്ഞിട്ടില്ല നമ്മള് ഇല്ലേ? ഈ നമ്മൾ ആ മക്കളോട് പറയാൻ പറ്റുമോ മോളെ സത്യം പറയണം? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മോനെ ഞാൻ സത്യമേ പറയാറുള്ളൂ, നീയും സത്യം പറയണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്ര ആൾക്കാരെ ഓന് മനഃപരിവർത്തനപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് നല്ല മാതാവും നല്ല പിതാവുമായി മാറുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വെറും 2-3 മിനിറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ വിഷയ സംബന്ധമായി കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നുള്ള പുസ്തകമുണ്ട്, നല്ല കുടുംബം എന്ന് പറഞ്ഞ CD ഉണ്ട്, കിട്ടുമ്പോൾ വാങ്ങാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിക്കാം. കുട്ടികളെ മുൻഗണന എടുക്കുന്നുണ്ട്. എന്താണ് വീട്ടിൽ TV ഉണ്ടോ? TV ഉണ്ട്. അത് ശരിയാണ്. ഞാനതിന് അടിമയല്ല. കുട്ടികളെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാറുണ്ടോ? പറയലൊക്കെ ഉണ്ട്. ചെയ്യരുത്. നിങ്ങളുടെ കൺട്രോളിലാണോ TV ഉള്ളത്? അതാണ് ബുദ്ധിമുട്ട്. കമ്പ്യൂട്ടർ TV പ്രൈവറ്റ് റൂമിലാണോ ഡൈനിങ് ഹാളിലാണോ? പ്രൈവറ്റ് റൂം എന്ന് പറഞ്ഞാൽ റൂമിലാണോ? അല്ല ഡൈനിങ് ഹാൾ മൊത്തമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണോ? എങ്ങനെയുള്ളത്? ഡൈനിങ് ഹാളിൽ വെച്ചാണെങ്കിൽ എല്ലാവരും കാണും, പക്ഷെ സ്വന്തം റൂം ഉണ്ടാവും, ഒരു റൂം, ആ റൂമിൽ മാത്രമാണോ? എന്ന് പറഞ്ഞാൽ ആ റൂമിൽ നിങ്ങളാണ് താമസിക്കുന്നത്, കുട്ടികൾ മാത്രമാണ് താമസിക്കാറുള്ളത്, എടുക്കാറുള്ളത്? കുട്ടികൾ കിടക്കുന്ന റൂമിൽ TV വെക്കാനേ പാടില്ല. ഇനി TV വെക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ പബ്ലിക്കായി വെക്കണം. ഡൈനിങ് ഹാളിൽ, റൂമിൽ വെക്കരുത്. പാരന്റിംഗ് കൺട്രോളിംഗ് അറിയും നിങ്ങൾക്ക് വേണം. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പാരന്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, കൺട്രോളിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്മതത്തോടു കൂടിയേ ആ പാസ്വേഡ് കൊണ്ട് തുറക്കാൻ കഴിയുമോ? അങ്ങനത്തെ അവസരം ഉണ്ടായിരിക്കണം. മൊബൈലാണെങ്കിലോ അതും നിങ്ങളുടെ കയ്യിലായി കൺട്രോളിലേക്ക്.